day is a struggle. Every day is a trial. Every day is a failure. I have to walk another mile. I'll go. നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടാലും കുറച്ച് സ്നേഹവും കൂടെ അതിലിട്ടാലേ ആ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കൊറോണ ഒഴിച്ചിട്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ട്രാവലിസ്റ്റ് ഫാമിലിയുടെ പുതിയ എപ്പിസോഡ് പാൽക്കുന്തൽ വെച്ചിട്ടുള്ള എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, ഒരു പാൽക്കുന്തൽ എപ്പിസോഡ്. പാൽക്കുന്തലിൻ്റെ ഉള്ള ബിയർ, വൈൻ, എന്തിട്ടൊക്കെ വേണ്ടേ, ഷാമ്പെയിൻ, എല്ലാ സംഭവങ്ങളും വെച്ചിട്ടില്ലേ ഒരു വെറൈറ്റി എപ്പിസോഡാണ്. ഇന്നത്തെ ട്രാവലിസ്റ്റുടെ കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Every day another moan. Every day is a gallows. മാസ്റ്റർ ഷെഫ് വിശാൽ. വിശാലേട്ടാ, എന്തൊരു ചെയ്യണ്ട, നമുക്ക് പാൽക്കൂന്തലിന് എങ്ങനെ നമുക്ക് കറി വെച്ച് തിന്ന് ബീർ വെച്ച് കഴിക്കണ്ട എന്നൊരു ചെയ്യണ്ട. ആയിക്കോട്ടെ, ഇന്ന് ആരും കാണാത്ത തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. വിശാലിന്റെ ഒരു മുഖം നമ്മൾ കണ്ടിട്ടില്ലേ പ്രേക്ഷകര്? നമ്മള് വലിയ കുക്കൊന്നുമല്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് ഒരു ഇഷ്ടമാണ്, ഒരു പാഷനാണ്. നമ്മൾ പറ്റുന്നതൊക്കെ പഠിച്ച് ചെയ്യും. പക്ഷെ ഇന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. പാലും മീനും ചേരില്ല, വൈനും പാലും ചേരില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ബിയറും വൈനും പാലും ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ പുലി അനില് ജോയിൻ ചെയ്തിട്ട് അനില് ചിന്തിക്കാൻ പറ്റുന്ന സാധനം കഴിക്കാൻ പോണം നമ്മളൊന്ന്. പാൽക്കൂന്തൽ നമ്മുടെ മാസ്റ്റർ ഷെഫിന്റെ ഒപ്പം. അതെ, മാസ്റ്റർ ഷെഫിന്റെ കൂടെ. അപ്പൊ നമുക്ക് വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി മണിയാണ്. നമ്മുടെ കൊറോണയുടെ ബിയർ ഉണ്ട്, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാണെങ്കിലും കോർബൽ ഷാമ്പെയിൻ ഉണ്ട്, പിന്നെ എന്തിരിക്കാന്നൊന്ന് പറയൂ ചേട്ടാ, എന്തിരിക്കാ നമ്മൾ ഒരുക്കിക്കണേ? ഇത് ഹാഫ് ആൻഡ് ഹാഫ്. ഇത് പാലും ക്രീമും കൂടെ ചേർന്ന് കുറച്ച് കട്ടിയായിട്ടുള്ള പാലാണ്, ഹാഫ് ആൻഡ് ഹാഫ്. ഇത് നമ്മൾ മയണൈസ്, അത് സോസ് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മളുടെ ഫ്ലവർ, നമ്മളുടെ മൈദ. ഇത് നമ്മളുടെ ഉള്ളി. ഇത് ബിയർ. ഇത് നമ്മളെ ബെൽ പെപ്പേഴ്സ്, നമുക്കറിയാം ക്യാപ്സിക്കം. ഇത് പച്ച ക്യാപ്സിക്കം ആണ് കൂടുതലും കണ്ടിട്ടുള്ള. നാട്ടിലിപ്പോ മൾട്ടി കളർ വരുന്നുണ്ട്. ഇതുണ്ട്. ഇത് ലീക്ക് എന്ന് പറയും. ലീക്ക് എന്ന് പറയുന്ന ഒരു സൈസ് വെജിറ്റബിൾ ആണ്. നമുക്ക് ഉള്ളിക്ക് പകരം ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു, നാട്ടിലെ പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ സ്പൈസസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എരിവ് അങ്ങനെയൊന്നുമില്ല, അത് നമ്മൾ പെപ്പറിൽ മാത്രമേ നിർത്തുന്നുള്ളൂ. മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്പൈസസ് ഒറിഗാനോ, റോസ്മേരി. പിന്നെ നമ്മളെ പ്രധാന താരം, നമ്മുടെ താരത്തിന് നമ്മളൊരു വൈനറി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതൊരു വൈനറിയുടെ ഒരു ടവലാണ്, സെറ്റപ്പാണ്. അപ്പൊ ഇതിന്റെ അടിയിലാണ് നമ്മളെ മെയിൻ താരം കിടക്കുന്നത്. ഇത് ആഫ്രിക്കൻ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ്. ഫ്രാൻസ്, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ലിസ്റ്റൻഷൈൻ, ഇറ്റലി എന്ന യൂറോപ്പിലെ 7 മാസ്മരിക രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യാത്ര ആയതുകൊണ്ട് തന്നെ 7 പേരിന് മേലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യൂറോപ്യൻ സീരീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതാണ് നമ്മളുടെ കൂന്തൽ. ഈ കൂന്തലിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കും. പല വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കും. നമുക്ക് കുറച്ച് ഇത് നല്ല ഇത് ആക്ച്വലി ചെറുതാണ്. ഇതിന്റെ നല്ല വലിപ്പമുണ്ടല്ലേ? അതെ, നല്ല വലിപ്പമുണ്ട്. നമ്മള് ഇത് ജയൻസ് സ്ക്വിഡ് എന്ന് പറയും. ഇതിന്ന് വലിപ്പം വെച്ച് വരും. നമുക്ക് കിട്ടിയത് മേടിച്ചെന്നേ ഉള്ളൂ. വിശാലേട്ടനെ താഴെയാണ് അപ്പുറത്തുണ്ട് അമേരിക്കയിലെ ജേഴ്സി ഇട്ടിട്ട് ചക്കൻ. ഒരു ഹൈ പറയടാ. അപ്പൊ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പണികളിലേക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് കണവ കട്ട് ചെയ്താലോ? കണവ കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് 4 സ്റ്റെപ്പില് കണവ ക്ലീൻ ആക്കാൻ അറിയോ? ഇല്ല, ഓൺലി 4 സ്റ്റെപ്പ്. ഉള്ളി 4 സ്റ്റെപ്പ്. ചിലപ്പോ 5 ആയി പോകും, ചിലപ്പോ 10 ആവും, ചിലപ്പോ 10 ആവും, പറയുമ്പോ 4 ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, പോരണല്ലേ? ഇത് മൊത്തം ഇങ്ങ് എടുക്കണം. എൻട്രെയിൽ, ഇത് എൻട്രെയിൽസ് എന്ന് പറയാം അതിന്റെ. പിന്നെ ഇതിന്റെ ഈ നാക്കുണ്ട്, ഇതാണ് ഇതിന്റെ ബാക്ക് ബോൺ. പ്ലാസ്റ്റിക്കിന്റെ ഇത് വടി ഇറങ്ങി വരുന്ന പോലെ അല്ലേ? പ്ലാസ്റ്റിക് പോലെ തന്നെയാണല്ലോ. പ്ലാസ്റ്റിക് കണവ നാക്കെന്ന് പറയും. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് തന്നെയല്ലേ? തൊട്ടിയാ അത് പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും. ട്രാൻസ്പെറന്റ് നാക്കല്ല, അത് ആക്ച്വലി അതിന്റെ ബോണാണ്. പക്ഷെ നമ്മള് നാട്ടിൽ ഈ നാക്കിന്റെ ഷേപ്പിൽ ഇരിക്കുന്നോണ്ട് ആൾക്കാര് കണവ നാക്കെന്ന് പറയും. അതായത് കണവയുടെ ചുണ്ടാണ്. കണ്ടോ, നമ്മൾ തത്തമ്മ ചുണ്ട് പോലെ കണവയുടെ ചുണ്ട് കണ്ടിട്ടുണ്ടോ? ഇത് നമുക്ക് വേണ്ടാത്ത സാധനമാണ്, അത് കളയാം. ഇത് നമുക്ക് വേണ്ട.
ഇതൊക്കെ ആക്ച്വലി ഈ കണവ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ സാധാരണ ജന്തുവല്ല, ഒരുപാട് കണവ വർഗ്ഗത്തിൽ പെട്ടതേ. കട്ടിൽ ഫിഷ് എന്ന് പറഞ്ഞ് ഒരു വർഗ്ഗമുണ്ട് കണവയുടെ വർഗ്ഗത്തിൽ. അതിങ്ങനെ നിറം മാറാൻ പറ്റും. നിറം മാറിപ്പോവില്ല. നിറം മാറിപ്പോവും. കഴുകിയെടുക്കാലവനെ. അതെ, അതുകൊണ്ട് ഈ തോലൊക്കെ കളഞ്ഞിട്ട്. നല്ല വലിപ്പമുണ്ടല്ലേ? നല്ല വലിപ്പമുണ്ട്. ഇത് ഇവര് ജയൻസ് സ്ക്വിഡ് എന്നാണ് പറയുന്നത്. ഈ വലിയ ചില ഈ ഉൾക്കടലിലൊക്കെ പോണവരെ അവര് പറയും ഒരു മീൻ കിടക്കണത്, അത് മീൻ കഴിച്ചതാ. എന്റെ വയറ്റിന്റെ അകത്ത് മീൻ കിടക്കുന്നു. അല്ല, അത് ദഹിച്ചില്ല, അത് കഴിച്ചിട്ട് ദഹിക്കാതെ കിടക്കുന്ന എന്തൊക്കെ കുടുങ്ങി കേട്ടോ. ഓ നോക്ക്, ഇടാ നോക്കണ, ഇതും ഒരു ഫ്രൈക്കുള്ളണ്ടല്ലോ. അപ്പൊ നമ്മുടെ 5 മണിക്കൂർ നീണ്ട കഴുകൽ കഴിഞ്ഞു. സമയം ഒരുപാട് എടുത്തില്ല ക്ലീൻ ആക്കി വരണമെങ്കിൽ. അതെ, ഇന്ന് വെച്ചാൽ തേച്ച് ചുരണ്ടി മറിച്ച്, കാരണം വിചാരിച്ച പോലെ അല്ല. ഇതിന്റെ തൊലി ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് ഇളകി വരുമെന്നൊക്കെ പറയും. പക്ഷെ അത് കുറച്ച് മെനക്കെടേണ്ടി വന്നു. വിശാലട്ടൊന്നും വയ്യാണ്ടായി ഒരു പിടുത്തം. അപ്പൊ നമുക്ക് കട്ടി. അപ്പൊ നമുക്ക് ചകല സൈഡ് ഭാഗം എടുത്ത് കളയണം. നമ്മൾ ഈ ഫിന്നൊന്ന് മാറ്റണം. ഇത് ചിലർ ഉപയോഗിക്കും, പക്ഷെ നമുക്കിപ്പോ തൽക്കാല ആവശ്യത്തിന് അത് മാറ്റുന്നു. അത് നമ്മളിവിടെ ഈ ഫിന്ന്, ഈ സൈഡിലെ ഫിന്ന് എടുത്ത് കളയണം. കട്ട് ചെയ്യുന്നു, ഇവിടെയും കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി നമുക്ക് അവനെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ പോകണം. ഇവിടെ നമ്മൾ കലമാരി റിങ്സിന് വേണ്ടിയുള്ള രീതിയിൽ കട്ട് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ കൂടുതലും റിങ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കാൻ വേണ്ടി റിങ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ റിങ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവാം. അതെ, നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് ആവശ്യമില്ല. ഈ ടിപ്പ് നമ്മൾ മാറ്റുന്നു. അത് മാറ്റുന്നു. ഇനി നമ്മൾ റിങ്സ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇത് നമുക്ക് ബാറ്റർ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൽക്കൂന്തലിന് റൗണ്ട് വേണ്ട, നമുക്കത് സ്ക്വയർ ആയിട്ട് എടുക്കാം. ഉണ്ടാ, അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഇതിങ്ങനെ റിങ്സ് ആയിട്ട്. കാരണം ചില ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടേ, അല്ല നമ്മൾ കണവ കഴിക്കുമ്പോഴൊന്നും ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കാറില്ലല്ലോ, ഇതെന്താണെന്ന്. അത് വളരെ സിമ്പിളാണ്, ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ കലമാരി റിങ്സ് റെഡി. വളയം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കഴുകിയെടുത്തതിൽ നനവുണ്ടാവുമല്ലോ. ഇപ്പം നനവ് നമ്മളെപ്പോഴും ഈ മസാല പുരട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പൊടി പുരട്ടുമ്പോഴോ ഈ നനവ് നിന്ന് കഴിഞ്ഞാൽ അതിൽ സംഭവങ്ങൾ പിടിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മസാല ഒന്നും പിടിക്കില്ല. ഇതിലിപ്പോൾ മസാല ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ സാധനങ്ങൾ പാഡ് ഡ്രൈ എന്ന് പറയും. ഒന്ന് ഈ തുണി ക്ലോത്ത് വെച്ചോ അല്ലെങ്കിൽ ഇതേപോലത്തെ കിച്ചൺ ടവൽ വെച്ചോ ഒന്ന് ആ വെള്ളം അതിൽ നിന്ന് എടുത്ത് കളയണം. എന്നിട്ട് മസാല തേച്ച് കഴിഞ്ഞാൽ, അതേപോലെ മസാലയിൽ ഒരുപാട് വെള്ളം ആക്കാൻ പാടില്ല. ഒരു പേസ്റ്റ് പരുവത്തിൽ, ടൈറ്റ് പരുവത്തിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പിടിക്കും എല്ലാത്തിലും. അപ്പൊ പാൽക്കൂന്തൽ. എന്നാ അതല്ല, ഇതാണ് പാൽ ആൻഡ് കൂന്തൽ. വെളുത്ത കൂന്തലായോണ്ടല്ല, ഇത് പാലും കൂന്തലും കൂടെ ചേരുമ്പോഴുള്ള. നമ്മുടെ പ്രതീക്ഷ അല്ല, പലരും വിചാരിക്കും ഈ ഷാമ്പയിൻ ഒഴിച്ച് ഫിറ്റ് ആവാന്ന് പാൽക്കൂന്തൽ. പക്ഷേ ഒരു സയന്റിഫിക് രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ആൽക്കഹോൾ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ വീര്യം പോകും. അതെ, അപ്പോ പലരും പ്രതീക്ഷ ഇതിട്ട് കുക്ക് ചെയ്ത അടിച്ച് ഫിറ്റ് ആവാന്ന്. പറ്റില്ല, അതിന്റെ വീര്യം പോകും. കൊറോണ കൊണ്ടുവരും അല്ലേ? കൊറോണ അത് നമുക്ക് നോക്കാം. അത് വഴിയേ വരും. നമുക്ക് കട്ട് ചെയ്യാം. ഇത് ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയല്ല, ഇത് ലീക്ക്. ഇതിന്റെ പല സൈസിലുള്ള കിട്ടും. ചൈനീസ് ലീക്ക്, അമേരിക്കൻ ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നല്ല ഗുണമുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഉള്ളിക്ക് പകരമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ലീക്ക്. ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. ഉള്ളിയുടെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട്. പക്ഷേ നല്ല ന്യൂട്രീഷൻ ഉള്ള സംഭവമാണ്. ഇതിൽ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഭാഗമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഏരിയ ഉള്ളൂ. ബാക്കിയൊന്നും ഇതൊന്നും നമുക്ക് എല്ലാ അത്ര. നമ്മളെ നാട്ടിൽ ഞാൻ മറ്റേ ലൂലൂലിരിക്കുന്നുണ്ട് അത്. അതെ, അത് ഇവിടെ ഇപ്പോൾ
$10 ആണെങ്കിൽ അവിടെ പിന്നെ 1000 കഴിയും. അങ്ങനെ ഒരു അതിപ്പോൾ അവൈലബിലിറ്റി. ആ അല്ല അതിപ്പോൾ നമ്മൾ നാട്ടിലെ ഇന്ത്യൻ സാധനങ്ങൾ ഇവിടെ വില പിണ്ടി എടുക്കുന്ന പോലത്തെ ഇത് അകത്തുള്ളതാണ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആയിട്ടുള്ളത്, പുറത്തുള്ള കുറച്ച് കട്ടിയായിരിക്കും. പക്ഷെ നമുക്ക് ഇത് ഉപയോഗിക്കാം, എത്ര ഉപയോഗിക്കാം. As a judge of the land, ഇനി നമുക്ക് ഇതിൽ ആക്ച്വലി ഫ്ലേവർ കൊടുക്കുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ബേക്കൺ ആണ്. ബേക്കൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ പോർക്കിന്റെ ഫാറ്റ് അടങ്ങിയ സംഭവം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഇടാൻ പോണത് അല്ലേ? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഇത് ഫ്ലേവർ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പൊ ഇതാദ്യം ചൂടാക്കിയിട്ട് അതിലെ ഫ്ലേവർ അതിൽ നിന്ന് എണ്ണ ഇറങ്ങും, നെയ്യ് ഇറങ്ങും. ആ നെയ്യിലാണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്യാൻ പോണത്. അടിപൊളി. അപ്പൊ നമ്മള് നമ്മുടെ കൂന്തല് പാൽക്കൂന്തലിലെ കൂന്തൽ നമ്മൾ അവിടെ കട്ട് ചെയ്തതിന്റെ മേലെ നമ്മളിത് ബേക്കൺ ഇട്ടു. അപ്പൊ നമുക്ക് മറ്റേ അടുപ്പ് കത്തിച്ചാലോ? ഓക്കെ, അടുപ്പില് വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതാണ് തജീൻ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് തജീനിലാണ്. തജീൻ എന്ന് പറഞ്ഞ ഒരു മൊറോക്കൻ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം, നമ്മള് ഫുഡല്ല, മൊറോക്കൻ പാത്രം. അപ്പൊ ഇതിന്റെ ഈ പ്രത്യേക ഷേപ്പ് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിന്റെ കുക്കിംഗ് പ്രോസസ്സിന് വേണ്ടി. ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ, അപ്പൊ അതിൽ നിന്ന് ആവി സ്റ്റീം മുകളിലോട്ട് പോയിട്ട് പിന്നെ അത് വീണ്ടും താഴെ വന്ന് വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ നമ്മൾ മീറ്റും ഫുഡൊക്കെ അതിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് ഇതിലാണോ വെച്ചാ? നമ്മള് എന്റെ നാവ് ഇതില് ബീഫ് വെച്ചു ഇങ്ങനെ ചെറിയ തീയില് കുറെ നേരം ഇങ്ങനെ വേവിച്ചിട്ടില്ല. ചെറിയ തീയില് ഞാനൊരു 2 മണിക്കൂറോളം വേവിക്കും. പ്രഷർ കുക്കറിലിട്ടില്ല. പ്രഷർ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ബീഫിന്റെ ടേസ്റ്റ് കുറച്ച് മാറ്റം. മസാല കൂട്ടിട്ട് മസാല കൂട്ടി ഇതിന്റെ അകത്ത് ചെറിയ തീയിൽ വെച്ച് അത് പിന്നെ അങ്ങ് മറക്കുക. അടി പിടിക്കില്ല പെട്ടെന്ന്. ഇല്ല, ഇത് കാസ്റ്റേനാണ്. എടാ നിന്റെ മുടി കത്തിപ്പോകുന്നു മക്കള് മാറ്. അപ്പൊ നമുക്ക് ഇതിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. തജീനില് നമുക്ക് തീ കത്തിച്ച് തുടങ്ങിയാലോ? ഓക്കെ, ഓക്കെ. നമ്മുടെ പാൽക്കൂന്തലിക്കുള്ള തുടക്കം ഗംഭീരാവട്ടെ. പാൽക്കൂന്തൽ എന്താവെന്ന് അറിയില്ല. അല്ല അതില് വെള്ളം ഒന്ന് കളഞ്ഞോ? തജീൻ ഒരു പ്രത്യേക കൺസെപ്റ്റ് ആണല്ലോ അല്ലെ? നമ്മുടെ ആൾക്കാർക്ക് മേടിച്ചൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രമാണ് അല്ലേ? ഇത് ഒരുപാട് അത് സാൻഡപ്പറി അതിൽ ബീഫ് വെച്ചപ്പോഴുള്ള ഡിഫറൻസ് പിന്നെ നല്ല ഡിഫറൻസ് അല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ പല മീറ്റുകളും ഇതിൽ വെച്ച് സ്ലോ കുക്കിങ്ങില് നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യണം ഒരു ദിവസം. പതുക്കെ പുകയൊക്കെ വന്നു തുടങ്ങി, വെള്ളം വറ്റിട്ടോ പതുക്കെ. നമുക്ക് ബേക്കൺ ഇട്ടാലോ? ഓക്കെ, ബേക്കൺ ഉദ്ഘാടനം കഴിക്കാം. നമ്മുടെ തജീൻ നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട്. ഇത് മറ്റേ പാൽക്കൂന്തലിലേക്ക് എത്തില്ല, എത്തുന്ന സംശയമാണ്. അതിനു മുമ്പ് കൊറോണ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക എന്ന് പറയുന്നുണ്ടാ. കൊറോണ പൊട്ടിച്ചാൽ ഇതിന്ന് ഉറപ്പാണ് പോകുന്നത്. നെയ്യ് ഇറങ്ങുന്നുണ്ടാ? നെയ്യ് ഇത് വേണമെങ്കിൽ നമുക്ക് മറിച്ചിടാം. ശരിക്കും ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ പോലെ ഉണ്ടല്ലേ? കാരണം അടി പിടിക്കണില്ല അധികം. അതെ അതെ, കാസ്റ്റ് ആണ്. വിന്ററിൽ നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. സമ്മറിൽ ഒരു രസമാണ്. വിന്ററിൽ ഇവിടെ കഷ്ടമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ആക്ടിവിറ്റി ഒന്നും പറ്റില്ല. ആൾക്കാരെല്ലാം വീട്ടിന്റെ അകത്ത് കൂടണം കണക്ക് ഇങ്ങനെ ഇരിക്കും. സമ്മർ ആവുമ്പോ നേരെ എല്ലാരും യൂട്യൂബ് ഏറ്റവും അധികം ചെലവാകുന്ന ഇവിടുത്തെ വിന്ററിലാണ്. പിന്നെ എടുത്തു പറയുന്ന സംഭവം ഉണ്ടല്ലോ, വാഷിങ്ടണിൽ വന്നപ്പോ കണ്ടൊരു ചെറി. ഞാൻ ആദ്യമായിട്ടാണ് ചെറീനെ ഇത്രയ്ക്ക് സ്നേഹിക്കണേട്ടാ. നോക്കിയാ ഇവിടത്തെ ചെറി കണ്ട, ചെറി കഴിക്കാണ്ടല്ലോ നമുക്കൊന്നും ഉണ്ടല്ലോ ചിന്തിക്കാൻ പറ്റാത്ത ടേസ്റ്റാ. ഇനി ഇതിന്റെ അപ്പനൊരു ചെറിയുണ്ട്, റെയിനിയർ ചെറിയസ്. എന്ത് ടേസ്റ്റാന്നറിയോ? വിശേഷം പറഞ്ഞ പോലെ മീറ്റാണ് ഇതിന്റെ റെയിനിയർ. മറ്റേ വെള്ളം നടത്തുള്ള സാധനല്ലേ? ഞാനിവിടെ വന്നിട്ട് വയറ് ഒരു കടയിൽ പോവാ, ഇതൊരു പാക്കറ്റ് മേടിക്കുക, അടിക്കുക, വേറൊരു പരിപാടിയില്ല. അല്ല, ഒരു ദിവസം നമ്മള് മറ്റേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പേ കുരു മാത്രമായി. ഭയങ്കര ടേസ്റ്റാ. നിങ്ങള് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇവിടേക്ക് അമേരിക്കയിലേക്ക് കാനഡയിലേക്കൊക്കെ ഈ സൈഡ് വെസ്റ്റ് കോസ്റ്റ് മാത്രമേ ഉള്ളത്. നോർത്ത് വെസ്റ്റിലാണ് ഇതുണ്ടാവുന്നത്. ഇത് കാണാണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെച്ചോളൂ. ഇത് കണ്ട റെയിനിയർ ചെറീസ് ഇട്ടാ. ഇത് റെയിനിയർ കമ്പനിയാണ്. ഇത് പക്ഷേ ശരിക്കും ബിങ് ചെറീസ് ആണ്. റെയിനിയർ ചെറീസ് വേറെ ഉണ്ട്, അത് ഇതിന്നും ടേസ്റ്റാ. ഓ
തോന്നുന്നു ഭയങ്കര രസാട്ടാ. നമ്മൾ വിചാരിക്കേണ്ട ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ പിടിക്കുക ഇടയ്ക്ക. എല്ലാ ദിവസവും ഉണ്ടല്ലോ പുറത്തേക്ക് പോവാ. അയ്യോ ബേക്കൺ കരിയും കേട്ടോ. അയ്യോ പാക്കറ്റ് മേടിക്കുക. അല്ലക്കാ നിങ്ങള് എവിടെയും ട്രൈ ചെയ്തോളൂ. റൈനിയർ കമ്പനിയുടെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ യൂറോപ്പിൽ സൂപ്പർ മാർക്കറ്റിലൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടുത്തെ സാധനം ഉണ്ടല്ലോ ഇതുവരെ കഴിച്ചില്ല ജീവിതത്തിൽ. അപ്പൊ നമ്മള് ബേക്കണൊക്കെ മാറ്റി ഇനി അതിലേക്ക് നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം 3 തരത്തിലുള്ള 3 കളർ ക്യാപ്സിക്കം, ലീക്ക്, അണിയൻ എല്ലാം ഇത് ബേക്കന്റെ എണ്ണയിലേക്ക് അങ്ങ് ഇടയാണ്. ഇപ്പൊ നമ്മള് ബേക്കൺ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ബേക്കൺ ബിറ്റ്സ് പിന്നെ സോയിൽ ഉണ്ടാക്കുന്നതിൽ അധികം നെയ്യ് ഇറങ്ങിയെന്ന് വരില്ല. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. പാൽക്കൂന്തൽ. Okay. നമുക്ക് ഗാർലിക് പ്രസ് ചെയ്തിടാം. കട്ട് ചെയ്യുന്നല്ല, ഇത് ഗാർലിക് ഗാർലിക് പ്രസ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ടോ ഇങ്ങനെ വരും കണ്ട. അപ്പൊ അതിന് വേറൊരു ഫ്ലേവറാണ്. നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ഒരു ഫ്ലേവർ, നമ്മൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ, ചതച്ചിടുമ്പോൾ ഒരു ഫ്ലേവർ, പിന്നെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ചെയ്തിടാം. മനസ്സിലായോ? ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. അതിന് വേറൊരു ഫ്ലേവർ. അപ്പോൾ അത് ഇതാ ഇങ്ങനെ വരും കണ്ടാ. ഇനി നാരങ്ങ ഇത് കട്ട് ചെയ്ത് പിഴിഞ്ഞൊഴിക്കാൻ പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ നാരങ്ങ ഇടുന്നില്ല എന്ന് പറയുന്നില്ല. നാരങ്ങയിലെ ഏറ്റവും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്, അതാണ് നാരങ്ങയുടെ തൊലി, നാരങ്ങയുടെ സ്കിന്ന്. ഈ സ്കിന്ന് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെറുതെ ചോറുണ്ടാക്കിയിട്ട് സ്കിന്ന് ജസ്റ്റ് ചെയ്ത് ഇട്ട് പോകുക. ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇട്ട് പോകുക. അത് അതിൻ്റെ റൈൻഡ് വരരുത്. റൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കട്ടി ഭാഗം ഉണ്ടല്ലോ, അത് വരരുത്. മോൾ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതേപോലെ ജസ്റ്റേഴ്സ് ഉള്ളത്. ഇങ്ങനെ ഈ ജസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്യും. ശരിക്കും ഫീൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ചെയ്തിടാ. പുറത്ത് ഇത് മാത്രമേ ഇതൊക്കെ ശരിക്കും പൊടി ട്രിക്കുകളാണ്. പക്ഷെ അതൊക്കെ നമ്മള് പരീക്ഷിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. എന്തായാലും അതെ, ഇതൊക്കെ നമ്മൾ ഈ ഓരോ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോ കണ്ട് ഇത് എന്താ സംഭവം. ചെറിയ ചെറിയ പൊടിക്കൈകൾ ഉണ്ടാവും. ഇത് ലെമൺ, ഇത് ലൈം, രണ്ടും പഴുത്തതാ. രണ്ടാണ്. വേറെയാണ്. രണ്ട് സ്പീഷീസ് ആണ്. ഇപ്പൊ ലൈം പഴുത്താൽ ഈ പച്ച കളറായിരിക്കും, ലെമൺ തുടക്കം പച്ച, പിന്നെ ഇതേപോലെ ഇതാണ് വ്യത്യാസം. രണ്ടും ഒരേ പരുവമാണ്. ഇത് പഴുത്താലും ഇങ്ങനെ പഴുത്താലും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതാണ് വ്യത്യാസം. ഫ്ലേവറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്, വ്യത്യാസമുണ്ട്. പുളിപ്പ് കൂടുതൽ. ലൈമ് പുളിപ്പ് കൂടുതലാണ്. ലെമണിന് കുറച്ച് ചെറിയൊരു സ്വീറ്റ്നെസ് വരും. വളരെ അണ്ടർലൈൻ സ്വീറ്റ്നെസ് വരും. ഇനി നമുക്ക് ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിക്കാം. ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നതിന് മുമ്പേ ഒരു 2 സ്പൈസസും കൂടെ നമ്മൾ, സ്പൈസസ് അല്ല ഹെർബ്സ് എന്ന് പറയും. ഹെർബ്സും സ്പൈസസും രണ്ടാണ്. സ്പൈസസ് നമ്മളെ നാട്ടില് ഹെർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലയിൽ നിന്നുണ്ട്. ഇപ്പൊ മിന്റ് എന്ന് പറയുന്നത്, കൊറിയാണ്ടർ എന്ന് പറയുന്നത്, അതെല്ലാം ഫ്ലേവറിന് വേണ്ടിയിട്ടില്ല. ഫ്ലേവറിന് വേണ്ടി. കാരണം ഇവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾ അതാണ്. ഇവിടെ നമ്മളെ നാട്ടിൽ പോലത്തെ ഗ്രാമ്പൂ, പട്ട, ഏലം അതൊന്നും ഇല്ലല്ലോ. ഫ്ലേവറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതേപോലെ മണമുള്ള ഇതാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഒറിഗാനോ ഇടുന്നു. ഒറിഗാനോന്റെ ഇത് സ്ട്രോങ് ഫ്ലേവർ, നല്ല സ്ട്രോങ് ഫ്ലേവർ. പിന്നെ നമ്മൾ റോസി ചേച്ചി, റോസ്മേരിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. അതാണ് ജസ്റ്റ് ഇട്ട ലെമൺ ഇട്ട നമ്മൾ ഇത്രയും സ്മെല്ല് വരില്ല. ഇനി നമ്മൾ ചിക്കൻ സ്റ്റോക്ക്, സാധാരണ ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലാം ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കാം. കുലുക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നു. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പൊ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു നമ്മള്. നല്ല മണമുണ്ട്, നല്ല സ്ട്രോങ് ഫ്ലേവറാ വരുന്നത്. അതിന് ടൈം എടുക്കും. ഇപ്പൊ ശരിയാക്കി തരാം. ഒരു ക്ഷമ. നമ്മള് പാചകത്തില് ഏറ്റവും അധികം വേണ്ടത് ക്ഷമയാണ്. എന്നാൽ കാരണം ഈ എന്താ പറയുന്നത്, ഇതിലിടുന്ന വിഭവങ്ങൾ തമ്മില് മിക്സ് ആവാൻ, ഒന്ന് ചേർന്ന് അലിഞ്ഞ് ഒരു ഇണക്കപ്പിണക്കങ്ങളെല്ലാം കഴിഞ്ഞ് അതിനൊരു സമയം കൊടുക്കണം. അവർ തമ്മിൽ
ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ആ ബ്ലെൻഡിങ്ങിനാണ്. ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് കാണിച്ചാലും ഇവര് തമ്മിൽ ചേരാൻ ഒരു സമയം, അല്ലെങ്കിൽ നമ്മള് വായില് കിട്ടില്ല, പച്ച കടിക്കുകയും ചെയ്യും. അത് ഈ വീട്ടിലൊക്കെ പണ്ട് മറ്റേ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോ ചില ആൾക്കാർ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരു മസാലയുടെ ടേസ്റ്റ് ഓവറായിട്ട് നിൽക്കും. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ടേസ്റ്റ്. അങ്ങനെയുള്ള സ്ലോ കുക്കിംഗ്. ഈ ഓരോ മസാലയ്ക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഇത് ഒന്നും എടുത്ത് നിൽക്കാൻ പാടില്ല, ഇതെല്ലാം കൂടെ ചേർന്ന് അലിഞ്ഞ് നമുക്ക് അതൊരു മനസ്സ് പോലെ. അതെ, ശരിക്കും ഈ പോട്ടും ഈ സ്ലോ കുക്കിങ്ങിന് ഭയങ്കര ഫേമസ് അല്ലേ ഈ ഒരു തജീൻ എന്ന് പറയുന്നത്. നമുക്കിത് നീ കുറച്ചേരം അടച്ചു വെച്ചാലോ? അടച്ചു വെക്കാം, ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ് ആവട്ടെ അതിലേക്ക്. എന്റെ അകത്ത് ഇങ്ങനെ ആ തജീന്റെ പ്രവർത്തനം കുറച്ച് നടക്കട്ടെ. ശരിക്കും റിയൽ പ്രവർത്തനം അതാണല്ലോ ഈ ഒരു ഷേപ്പിന്റെ സ്റ്റോറി. അതെ അതെ, അതാണ്. അത് നമ്മൾ സ്റ്റീം മുകളിലോട്ട് പോയി, താഴോട്ട് മുകളിലോട്ട് പോയി. അത് മാത്രമല്ല, നമ്മളിപ്പോ മീറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ടെൻഡർ ആവും. നമ്മൾ പ്രഷർ കുക്കറിന്റെ ഒരു എഫക്ട് കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മൾ പ്രഷർ കുക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രഷറിൽ വേവിക്കുമ്പോൾ അതിന്റെ ആ ഫ്ലേവർ മാറും. അതെ അതെ, തജീൻ. ഇത് നമ്മൾ ഒരുപാട് അങ്ങനെ വരുന്നെങ്കിൽ നമുക്ക് ഈ സൈഡൊന്ന് തുടച്ചിട്ട് സ്റ്റീം ഉള്ളിൽ വരുമ്പോ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനത്തിനെ പൊക്കി ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ സ്റ്റീമിന് ഉണ്ടെന്നുള്ളതാണ്. സ്റ്റീം, അതുകൊണ്ടാണ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. സ്റ്റീം എഞ്ചിൻ വരുന്നത് അതല്ല സത്യം, സ്റ്റീമിന്റെ പവർ ആണ്. അതെ അതെ, പിന്നെ ഇപ്പോഴും പല ഹൈഡ്രോ പവർ പ്ലാന്റ്സ് വരെ സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന പവർ പ്ലാന്റ്സുകളിൽ. അതെ അതെ. അനിലിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ല, നമ്മള് ഇലക്ട്രിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഈ പറയുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല മേഖലകളിലും സ്റ്റീം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ആ ഒരു സാധനം അനിലിന്റെ ഉള്ളിലെ എഞ്ചിനീയർ ഉണർന്നു. അല്ല, അതിന്റെ സൈഡിൽ നിന്ന് പോണുണ്ട്. നമ്മൾ ഈ ബേക്കൺ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും കുറച്ച് ബേക്കൺ കിട്ടുമല്ലോ. മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പടം 2-3 പേര് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കേണ്ടി വരും. അത് മാത്രല്ല നല്ല രീതിയിൽ ആള് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും സ്റ്റീവ് വെള്ളം വരുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ പച്ചക്കറി എന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. നമ്മള് വേറെ ഇപ്പൊ സ്റ്റോക്ക് എല്ലാം ആഡ് ചെയ്തത്. എന്റെ അമ്മോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാലോ? ഓക്കെ, നമ്മുടെ തജീൻ നമുക്ക് അല്ലേ നല്ല അത് ഈ സ്റ്റീമിൽ കുക്കാൻ വേണ്ട. ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയി. ഇതിൽ നിങ്ങളൊന്ന് ബീഫ് ഉണ്ടാക്കിയില്ലേ? നമ്മളുടെ മസാലയും അതും ഇതിനൊക്കെ പുറമെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ്, ഒരിടത്തെ വെള്ളം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അപ്പൊ ഈ ഡിഷിൽ ഞാൻ വേറെ ഡിഷിൽ ഉണ്ടാക്കാറുണ്ട് ഇതേ മസാലകൾ വെച്ച്. പക്ഷെ ഇതിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടത്തില്ല. തജിന്റെ പ്രൊമോഷൻ അല്ലണ്ട് ഇത്. ഇനി ഒരു അല്പം മൈദ, അത് ജസ്റ്റ് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരല്പം ഒരു മൈദ ഇടുന്നു. നമ്മളൊരു വൈറ്റ് സോസ് ആയതുകൊണ്ട് ഒരു ഓൾ പർപ്പസ് ഫ്ലവർ ഇടുന്നത് നല്ലതായിരിക്കും. അത്രയും മതിയല്ലേ? കുറച്ച് മതി, അല്പം. പാല് വരാൻ സമയമായി. പാൽ കൊഞ്ചട്ടോ, അത് മറക്കരുത്. അല്ല സോറി, പാൽ കൂന്തൽ. നമുക്ക് എന്നാ കുറച്ച് ഉപ്പിട്ടാലോ? ഉപ്പ് നമ്മൾ എപ്പോഴും ഇടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ. ഇപ്പൊ ആക്ച്വലി ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ എന്നാലും ഉപ്പ് നമ്മൾ ഇടുമ്പോൾ സ്പ്രെഡ് ചെയ്ത് ഇടുന്നതാണ് നല്ലത്. ചിലരിങ്ങനെ ഒഴിക്കുമ്പോൾ അതെ. അല്ല, ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലവ് ആണ്, കൈൻഡ് ഓഫ് ലവ് ആണ് ഒരു കുക്കിംഗ്. അതെ, നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടാലും കുറച്ച് സ്നേഹവും കൂടെ അതിലിട്ടാലേ ആ ടേസ്റ്റ് വരുള്ളൂ. പാൽ കൂന്തൽ. ഓ, പാൽക്കൂന്തലിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞോട്ടോ. എപ്പോഴാ ബിയർ ഒഴിക്കുക? ബിയർ ഇതില് നമ്മള് ഷാമ്പെയിൻ വരും. ബിയറിന് വേറെ മറ്റേ നമ്മളെ ബിയർ ബാറ്റേർഡ് കലമാരി റിങ്സ്. ഇതിപ്പോ ശരിക്കും ഇതിനുള്ള സോസ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് ആക്ച്വലി ഒരു ബേസ് ആണ്. നമ്മള് ഒരു സൂപ്പ് ഐറ്റം ആണിത്. ഓക്കെ, നമ്മളുടെ പാൽ കൂന്തലിനുള്ള ബേസ് ആണ്. ഇതിൽ ഇനി നമ്മള് കൂന്തലിട്ട് തിളപ്പിക്കും. അപ്പൊ ഇത് ആദ്യം പാല് കുറച്ചൊഴിക്കും. ഓക്കെ, ഇനി ബോയിൽ ആവണോ? ഇനി ഇത് കുറച്ചൊന്ന് ബോയിൽ ആയിട്ട് നമ്മൾ ഹാഫ് ആൻഡ് ഹാഫ് ഇടും. അത് ക്രീമാണോ? ഇത് ക്രീമാണ്, മനസ്സിലായില്ലേ? തിക്കറാക്കാൻ വേണ്ടിയുള്ള. എന്ത് ക്രീമാ? മിൽക്ക് ക്രീം തന്നെ. മിൽക്ക് ക്രീം.
പാലിന്റെ പാലിനെ നമ്മൾ പല രൂപത്തിലാക്കാമല്ലോ. പാലെന്ന് പറയുന്നത് പാലിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മളൊന്ന് പാല്, ഹാഫ് ആൻഡ് ഹാഫ്, ക്രീം, പിന്നെ അത് വിപ്പ് ക്രീം ടൈപ്പ് വേറെ ഉണ്ടാക്കും, സവർ ക്രീം ഉണ്ടാക്കും, യോഗേർട്ട് ഉണ്ടാക്കും, കേർഡ് ഉണ്ടാക്കും, ചീസ് ഉണ്ടാക്കും. ചീസ് തന്നെ കോട്ടേജ് ചീസ്, ജാക്ക്, ആസിയാഗോ, പർമസാൻ, ബട്ടർ, അങ്ങനെ പല ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. ഹാഫ് ആൻഡ് ഹാഫ് ഒഴിച്ചാലോ? ചെറിയ തിള വന്നു, നമുക്ക് ഹാഫ് ആൻഡ് ഹാഫ്. ഇതിന് വല്ല ഫ്ലേവർ ഉണ്ടോ ഈ ക്രീമിന്? ജസ്റ്റ് പ്ലെയിൻ ക്രീം? പ്ലെയിൻ. ഇതിന് വേറെ ഫ്ലേവർ ഒന്നുമില്ല. ഫ്ലേവർ ഉള്ള ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം നമ്മുടെ ഈ ടേസ്റ്റ് എഫക്ട്. ഇപ്പൊ ഫ്ലേവർ ഇല്ലാത്ത നോക്കി വാങ്ങിക്കണം, കാരണം ചിലപ്പോ വനില ഫ്ലേവർ അങ്ങനെയൊക്കെ പറഞ്ഞു വരും. ഇളക്കുമ്പോ തന്നെ ഉണ്ടല്ലോ അതിനൊരു സ്നേഹമുണ്ട് അല്ലേ? അല്ല അത് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അല്ല പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാനും വേണം ഒരു ക്ഷമ. നമ്മൾ തിരക്ക് പിടിച്ച് കുക്ക് ചെയ്യണ പോലെ നിന്ന് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. ഇങ്ങനെ സ്ലോവില് സ്നേഹത്തോടെ. അല്ല, അത് നമ്മള് കുമാരനാശൻ പറഞ്ഞല്ലേ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ഓ അടിപൊളിയല്ലേ, നല്ല വന്നു. തീ ഒന്ന് കുറച്ച് വെക്കാം. തീ കുറച്ച് വെക്കാം. നമുക്കിതില് ബേക്കൺ ബിറ്റ്സ് ഇടാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ആ ബേക്കൺ ബിറ്റ്സ് ഇടുന്നു. കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി. അതെ, അതിന് ചെറിയ ഒരു പീസ് കഴിക്കാൻ തരും. താങ്ക് യു. ഇനിയിപ്പോ കൊറേ നേരം ചോദിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥ. ഇരിക്കട്ടെ, ഇനിയിപ്പോ കൊതി വന്ന് ആർക്കും വയറ് കേടാണ്. അത് പറഞ്ഞപ്പോ എനിക്കൊരു കൊതി. അല്ല ബേക്കൺ വെറുതെ വറുത്ത കഴിക്കാൻ ടേസ്റ്റ് അല്ല. പിന്നെ അത് മോ ഇവിടെ വന്ന് നിന്നാണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ പൂച്ചിരുത്തോണ പോലെ. അപ്പൊ നമ്മളുടെ താരം മെയിൻ ഐറ്റം കൂന്തൽ ഇതിലോട്ട് അങ്ങ് ഇട്ടാലോ? കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ. അതെ, നമ്മള് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു. അതെ, പാൽക്കൂന്തലിലേക്കുള്ള കൂന്തൽ റെഡി ആവാൻ പോവാ. ശരിക്കും കാണാൻ തന്നെ ഒരു കളറും എല്ലാം കൂടെ ആയിട്ടേ. പക്ഷെ പാൽക്കൂന്തലിന് ഇതിന് പേര് വരാൻ എന്താ കാരണം? എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ അങ്ങനെ ബാക്കിൽ? പാലും കൂന്തലും കൂടെ അത്രേ ഉള്ളൂ. പാൽക്കൂന്തൽ നമ്മളിട്ട പേരാണോ? അതല്ലേ തീരുമാനിച്ചാണല്ലേ. നല്ല സാധനം കൊള്ളാം. ഇത് ശരിക്കും മറ്റേ എഗ്ഗിന്റെ വൈറ്റ് കിടക്കണ പോലെ ഉണ്ടല്ലേ? എഗ് വൈറ്റ് നല്ല. ഇത് ഒരുപാട് തിളയാവാൻ പാടില്ല, നമ്മൾ കുറച്ച്. പക്ഷെ ഇതൊന്ന് കൂന്തൽ വേവാനായിട്ടൊരു ടൈം കൊടുക്കണം. നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഷാമ്പെയിൻ നമ്മള് ഇതിലേക്ക് ഒഴിക്കാൻ പോകണം. ഒരല്പം, ജസ്റ്റ് ഫോർ ഹൊറർ. അതെ, പക്ഷെ ഈ ആൽക്കഹോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോ അത്രയും മതി. നമുക്ക് ആൽക്കഹോൾ ഒഴിക്കുമ്പോ പിരിഞ്ഞൊന്നും പോകില്ലേ പാല്? അല്ല, ഇത് ആക്ച്വലി നമ്മൾ അങ്ങനെ പിരിഞ്ഞ ഒരു ടൈപ്പ്. നമ്മളിപ്പോ ചൗഡർ കഴിക്കുമ്പോ അറിയാലോ, അതിലൊരു തരിയരിയായിട്ടുള്ളതാണ് ഉള്ളത്. നമ്മള് അത് അങ്ങനെയാണ് അതിന്റെ കൺസിസ്റ്റൻസി. പക്ഷെ നമ്മൾ ആ ഫ്ലേവറിന് വേണ്ടി ഇതിന്റെ ഒരു സ്മെല്ലും വരുന്നുണ്ട്. ചെറിയൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. മൈക്ക് ഇവിടെ തന്നേക്കൊണ്ട് എനിക്ക് ഇവിടെ മാറാൻ പറ്റില്ലല്ലോ. മൈക്ക് കൊടുത്ത് ഈ സൈഡിൽ അല്പം ഒഴിച്ചാൽ മതി അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടി. തൈമിന്റെ ഒരു സ്മെല്ല് നന്നായിട്ട് കേറിയിട്ടുണ്ട്. നമ്മുടെ പാൽക്കൂന്തൽ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ബിയർ വെച്ചിട്ടുള്ള അടുത്ത ബിയർ നമ്മുടെ ബിയർ ഇന്നലെ തൊട്ട് ഇരിക്കണേ പൊട്ടിക്കാണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇടാം, നമ്മൾ നിർത്താം. ഇതിന് ഒരുപാട് തിളയായ ശരിയല്ലോ. അടച്ചു വെക്കണോ ഇനി? ഞങ്ങൾ അടച്ച്. അപ്പൊ നമ്മള് നമ്മുടെ തജ്ജിന് അടച്ചു. ഓഫ് ചെയ്യാം. നമുക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് പാഴ്സലിയും കൂടെ ഇടാം. നമുക്കിത് ടേസ്റ്റ് നോക്കണ്ടത്. തീർച്ചയായിട്ടും ബിയർ വെച്ചുള്ള കൂന്തലിന്റെ ഒപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം. ബിയർ നമ്മൾ ഒഴിക്കുന്നത് ഇതിലല്ലേ? അല്ലെങ്കിൽ നമ്മൾ ബിയർ വെച്ചിട്ടുള്ള സാധനത്തിലേക്ക് മുമ്പ് നമ്മൾ ഡ്രസ് ചെയ്തിട്ട് അവിടെ വെച്ചോട്ടാ. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്നാ അടുത്ത് നോക്കാം. ഇതിന്റെ ടേസ്റ്റ് അപ്പൊ കുറച്ച് കഴിഞ്ഞ് നോക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് അടുത്ത ഐറ്റം കൂടെ നമ്മുടെ വേറെ വെറൈറ്റി ഐറ്റം കൂടെ വരുന്നുണ്ട്. നമുക്ക് ഒരു ടേസ്റ്റ് നോക്കുന്ന തരുന്നില്ല. കുറച്ച് ക്ഷമിക്കൂ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞ അപ്പൊ നമ്മുടെ കൊറോണ കൂന്തൽ ഉണ്ടാക്കാനായിട്ടുള്ള അടുത്ത സെക്ഷൻ നമ്മൾ തുടങ്ങാൻ പോവാ. നമ്മുടെ പാൽ കൂന്തൽ സൈഡിൽ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊറോണയിലേക്ക് നമ്മൾ ഇനി സ്പോട്ട് ചെയ്യാൻ പോവാ. വിശാലേട്ടന് വേണ്ടി നമ്മള് ഒരു അവസരം കൊടുക്കാൻ പറ്റാണ്ടിരിക്കില്ലേടാ. പഠിച്ചോ. കൊറോണ കൂന്തൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ കഴിക്കാം. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. എന്ന് വെച്ചാൽ നമ്മളെ തവിടില്ലേ, തവിടിന്ന് എടുക്കുന്ന എണ്ണയാണ്. ഇത് കുറെ കൂടെ ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. എണ്ണ ഒഴിച്ച് നമ്മള് പതുക്കെ അങ്ങോട്ട് ചൂടാക്കാനുള്ള പരിപാടി കേട്ടോ. എണ്ണ ഇവിടെ ചൂടാവട്ടെ.
അപ്പോഴത്തേനും നമുക്ക് ടകടകയെന്ന് അങ്ങ് നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അല്ലേ? ഇൻഗ്രീഡിയൻസ് പോവാം. അപ്പോൾ നമുക്ക് മൈദ ഇടാം. ഓൾ പർപ്പസ് ഫ്ലവർ, എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലവർ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് വേണ്ട, ഒരല്പം, ഒരു 2 കപ്പ്. ഇനി അടുത്തത് കുറച്ച് അരിപ്പൊടി. അരിപ്പൊടി നമ്മൾ ഇവിടെയും വെക്കുന്നു, കുറച്ച് നമ്മൾ ഈ പ്ലേറ്റിലും വെക്കുന്നു ഡസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ, ഇനി അല്പം ബേക്കിംഗ് പൗഡർ. ഇതൊക്കെ ഉണ്ടല്ലോ ഒരു വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മളിങ്ങനെ അധികം ട്രൈ ചെയ്യാത്ത, ഇപ്പം നമ്മൾ ബിയർ ഒഴിക്കണമെന്ന് വൈൻ ഒഴിക്കണമെന്ന് നമ്മൾ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല. പക്ഷെ ഇങ്ങനെയും നമ്മൾ അന്യനാട്ടിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ലോകത്ത് നടക്കണമെന്നല്ലേ. അതെ, ബിയർ ബെറ്റർ അല്ല. ഈ ആൽക്കഹോള് നമ്മൾ അതിന്റെ വീര്യം പോവും, പക്ഷെ അതിലുള്ള മറ്റ് കമ്പോണൻസ്, അതിന്റെ ഫ്ലേവർ ഒക്കെ അതിനൊരു എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗോസ് പെപ്പർ. ലോകത്ത് ഈ സാധനം ഉണ്ടല്ലോ നിങ്ങള് ശ്രദ്ധിച്ച് കഴിക്കണം. ലോകത്തിൽ ഞാൻ കഴിച്ച ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഒരു പെപ്പർ നമ്മൾ കാണുന്നത് ഗോസ് പെപ്പർ. പ്രേത പെപ്പർ എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല കേട്ടോ. ഗോസ് പെപ്പർ ഉണ്ടല്ലോ, ഒരു നുള്ളുണ്ടല്ലോ, ഒരു നുള്ള് നമ്മൾ നാവുമ്പോൾ വെച്ചാണല്ലോ നമ്മൾ ഫ്രെയിമിൽ നിന്ന് പോയിണ്ടാവും. ഇപ്പോൾ ഇത് ആക്ച്വലി നാച്ചുറൽ ആയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ നാഗാലാൻഡിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. ഭൂത് ജൊലോക്കിയ എന്ന് അവർ പറയും, ഗോസ് പെപ്പർ. ഇതിന് നിങ്ങൾ വേറെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി നോക്കിയാ മുകളിൽ എഴുതിയിട്ടുണ്ടോ മാർക്ക് വെയിൻസ്. നമ്മുടെ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബ്ലോഗറാണ്. ഫുഡ് ബ്ലോഗറിന്റെ ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ സാധനം, മാർക്ക് വെയിൻസിന്റെ ഗോസ് പെപ്പർ. മാർക്ക് വെയിൻസ് എന്ന് നമ്മളെ ആൾക്കാർക്ക് അറിയാം, മാർക്ക് വെയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പെപ്പറിനെ നമ്മൾ ഇതിനുള്ളിൽ ഇടാൻ പോകണം കേട്ടോ. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഷെഫ് പിള്ളേരെ കൂടെ നമുക്കൊരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യണം. എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് ഷെഫ് പിള്ളേരെ കൂടെ കുക്ക് ചെയ്യണം. അതെ, ഞാനും മാർക്ക് വെയിൻസിന്റെ വലിയൊരു ആരാധകനാണ്. നമുക്ക് വേണമെങ്കിൽ മാർക്ക് വെയിൻസിനോട് ഒരു എപ്പിസോഡ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടട്ടെ. മാർക്ക് വെയിൻസിനെ നമുക്ക് വിളിച്ചു വരുത്താം. അമേരിക്കയാണല്ലോ അതൊക്കെ നോക്കാം. അപ്പൊ എന്തായിരുന്നാലും മാർക്ക് വെയിൻസിന്റെ ഗോസ് പെപ്പർ നമ്മൾ ഒരല്പം, വളരെ അല്പം ഇടാം കേട്ടോ. ഇത് വളരെ സൂക്ഷിക്കണം. അത്രയും മതി, അത്രയും മതി, അത് മതി. അത് നാവുമ്പോ വെച്ചാണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഈ ആലപ്പീനോ എന്നൊക്കെ പറയുന്നില്ലേ, അത് കുറച്ച് എരിവുണ്ടല്ലോ. നമ്മൾ എരിവുള്ള മുളക്, പച്ചമുളക് അങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ 25,000 50,000 സ്കോവിൽ യൂണിറ്റ്സ് എന്നാണ് ഈ എരിവ് അളക്കുന്ന ഒരു മെഷർമെന്റ് ഉണ്ട്. അത് അത്ര ആയിരിക്കും അതിൻ്റെ. ഈ ഗോസ് പെപ്പറിന്റെയും അല്ലെങ്കിൽ കാരലൈന റീപ്പർ എന്ന് പറയുമ്പോൾ മില്യൺസ് ആവും. അയ്യോ കേറിയോ ഗോസ് പെപ്പർ കേറി. അതെ, ഇനി നമ്മള് ഈ ബാറ്ററിൽ വെള്ളത്തിന് പകരം നമ്മൾ ചേർക്കാൻ പോകുന്നത് കൊറോണ ബിയറാണ്. ഇത് തുറക്കണ സാധനത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബുള്ളറ്റാന്ന്, പക്ഷെ ഇത് ബുള്ളറ്റ് അല്ല, ഇതൊരു ബിയർ ഓപ്പണറാണ് കേട്ടോ. നോക്കിയാൽ കളിക്കില്ലേ, വെറൈറ്റികളൊക്കെ നമ്മൾ ചെക്കൻ മേടിച്ച് വെക്കാട്ടോടാ വിശു കമോൺ. അപ്പൊ നമ്മള് കൊറോണയുടെ ഉദ്ഘാടനം കഴിക്കാൻ പോണ്. അപ്പൊ അതൊക്കെ തുറക്കാട്ടോ. കൊറോണ കേട്ടോ. ഓക്കെ, ഇനി പതുക്കെ ഒഴിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് ഇത് കുറച്ച് കൊറോണ ഒഴിച്ചു കൊടുക്കാട്ടോ. പറയട്ടെ നമുക്ക് വേണമെങ്കിൽ. ഒരു മിനിറ്റ് നിർത്ത്, ഞാൻ വിസ്ക് ചെയ്യട്ടെ. ചെക്കൻ പതയുന്നല്ല കുറച്ചും കൂടെ. അങ്ങനെ ബീർ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പറട്ടെ, കുരുമുളക് ഇടണം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുമുളക് ഇടാം, അല്പം ഒഴിച്ചാൽ മതിയേ. അപ്പൊ നമ്മൾ ഈ മിക്സിലേക്ക് ബിയർ ചിക്കനിൽ ചെയ്ത പോലെ നേരെ മുക്കി വറക്കാൻ പോട്ടെ. എണ്ണ നന്നായിട്ട് ഇങ്ങനെ ചൂടായി നിൽക്കാട്ടാ. അപ്പൊ അതിലേക്ക് നമ്മളിത് പതുക്കെ കൂന്തൽ, നമ്മുടെ ബിയർ കൂന്തലിലേക്ക് നമ്മളിത് ഇടാൻ പോട്ടെ. അതായത് നമ്മൾ ആദ്യം ഡസ്റ്റ് ചെയ്യുന്നു. ഡസ്റ്റ് ചെയ്തിട്ട് വെള്ളം വാട്ടർ കണ്ടന്റ് കളയുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചൂടുവെള്ളം ഒഴിക്കരുത്. തണുത്ത ബിയറും തണുത്തതായിരിക്കണം, അഥവാ വെള്ളം ഒഴിക്കുന്നെങ്കിൽ അതും തണുത്തതായിരിക്കണം. സഹോദരങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതെ, തണുത്തതായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാറ്റർ അകത്ത് ഈ കൂന്തല് വേവുന്നതിന് മുമ്പേ ബാറ്റർ കരിയരുത്. അപ്പൊ ബാറ്റർ ചൂടാവാൻ എടുക്കുന്ന സമയം കൊണ്ട് അകത്തെ കൂന്തല് വേവണം. അതുകൊണ്ടാണ്, കാരണം കുറച്ച് ചൂട് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ കാട്ടി കുറച്ച് ഹൈ ആണെങ്കിൽ പെട്ടെന്ന് ബാറ്റർ ചൂടാവും, അത് കരിഞ്ഞു പോകും. അപ്പൊ അകത്തുള്ള വേവില്ല. അതുകൊണ്ടാണ് തണുത്തത് വെക്കുന്നത്. എന്തൊക്കെ ഐഡിയ ആണല്ലേ. അപ്പൊ നമ്മളത് അതിൽ നമ്മൾ സെറ്റ് ചെയ്ത സാധനം തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇടണം കേട്ടോ. നമ്മൾ പതുക്കെ ഇങ്ങനെ പുറത്തെടുക്കട്ടവനെ. നല്ല ഡമ്മന ഒന്നാണ്ടാ. അത് ബിയറും ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഒരു എഫക്റ്റ് ആണ്. പവറാണ്. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അയ്യോ വാട്ടർ അല്ല, ബിയർ. ബിയറേ പൊട്ടി തെറിക്കാട്ടാ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ബോധം പോവും.
നമ്മള് വട ഉണ്ടാക്കണ പോലെ അല്ലേ? ആ തൊളവട തൊളവട തൊളവട. അതെവിടെയാ പറയാ, ആരും പറയുമല്ലോ തൊളവടാന്ന്. ഏതോ സ്ഥലത്ത് ഞാൻ കേട്ടത്. ആ അനിയൻ റൈസിന്റെ ഒരു ലുക്ക്. യു ആർ റൈറ്റ്. അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടല്ലേ? അല്പം പെപ്പറും കൂടെ ഇടാം. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വരാട്ടോ. ആ റെഡ് കളറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണവൻ. ബിയറിന്റെ സ്മെല്ല് ഉണ്ടല്ലേ? നൈസ്. ചെറിയൊരു ബിയർ സ്മെല്ലുണ്ട്. അതെ ആദ്യത്തെ കോരി എടുക്കണം നമ്മളല്ലേ? അതെ. ഇതിലിടാം. ശരിക്കും മറ്റേ ഓണിയൻ വറുത്തിരുന്ന പോലത്തെ പരിപാടി തന്നെയാണ്. ആ ഓണിയൻ റിംഗ് പോലെ ഒരു ലുക്ക് ഉണ്ട്. കലമാരി റിങ്സ്. അടുത്ത സെറ്റ് ഇട്ടാലോ? അടുത്ത സെറ്റ് റെഡി ആവുള്ളൂ ശരിക്കും അല്ലേ? 1 2 Take me home. അങ്ങനെ ഈ ഒരു കളർ ആകുമ്പോൾ എടുക്കാമല്ലോ. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ബ്രൗൺ ആക്കാം അല്ലേ? കുറച്ചും കൂടെ ഒരു ബ്രൗൺ ആവാം. ഓക്കെ. നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചേക്കുന്നു. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ സെറ്റായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഇതൊരു പരുവാണ്, മനസ്സിലായില്ലേ? അകത്ത് മോസ്റ്റ്ലി ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. ലാസ്റ്റത്തെ ഉറപ്പും നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മള് തിന്നൽ കർമ്മത്തിലേക്ക് പതുക്കെ മാറാൻ പോട്ടാ. ഓ ഇരിപ്പേണ്ട അല്ല. അപ്പൊ നമ്മുടെ ആ ക്രിസ്പി ആയിട്ടുള്ള ബിയർ കൂന്തലും നമ്മുടെ പാൽ കൂന്തലും നമ്മൾ കഴിക്കാൻ പോവാണ്. പാൽ കൂന്തൽ നമ്മുടെ ആ വിളമ്പലിലാണ് കുറച്ച് സ്നേഹം ഉണ്ട്. അപ്പൊ ആ വിളമ്പി തന്നിട്ട് നമുക്ക് കഴിക്കാം. A to Z. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് നമ്മുടെ പാൽ കൂന്തൽ പതുക്കെ തുറക്കാം. ചെക്കൻ. ഇനി നമുക്ക് അതിലേക്ക് സെർവ് ചെയ്യണം. ചെറിയ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പതുക്കെ സെർവ് ചെയ്യാം. കൈപ്പുണ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് 2 സെർവ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ആലപ്പീനോ ടബാസ്കോ ഒഴിക്കാം. ടബാസ്കോ നമ്മൾ അവിടെ ഇവിടെയും ഒഴിച്ചു കൊടുക്കണു. അതിലേക്ക് കുറച്ച് പെപ്പർ. അപ്പൊ സാന്റപ്പാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാൽക്കപ്പല്ലേട്ടാ, പാൽ കൂന്തൽ. ഓക്കെ. അപ്പൊ നമ്മുടെ കളർഫുൾ പാൽ കൂന്തൽ ട്രൈ ചെയ്യണം. ഷാംപെയിൻ അതുപോലെ തന്നെ പാല് അല്ല മറ്റേ ഹാഫ് ഒക്കെ ഇട്ടിട്ടുള്ള സാധനം നമ്മൾ കഴിക്കാൻ പോടാ. ഓ അടിപൊളിയാണോ? അനിലേ ഉണ്ട് ഒരു പുളിപ്പ് വരുന്നില്ലേ? അത് ഈ കൂന്തല് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് അധികം റബ്ബറായില്ല. നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറായി പോകും. കറക്റ്റ് സമയത്തിന് ഓഫ് ചെയ്താലേ അത് സെറ്റ്. മറ്റേ പോർക്കൊക്കെ കടിക്കുമ്പോഴേ ബേക്കൺ അല്ലേ കടിക്കുമ്പോൾ അടിപൊളിയാ, നല്ല ഫ്ലേവർ കേട്ടോ. അനില് വായിക്കൂടെ അതെന്താ വെള്ളമാണോ? അപ്പൊ നമ്മള് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മെയിൻ സാധനം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കനെ കഴിക്കാണ്ട് പറ്റുമോ? കൂന്തൽ ബിയർ കൂന്തൽ. നമ്മൾ കൊറോണ കൂന്തൽ നമ്മൾ കഴിക്കാൻ പോട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ ബിയർ കൂന്തൽ കഴിക്കാട്ടാ. ഇത് ഇത്തിരി റബ്ബറി ഉണ്ട് അതിനേക്കാളും. കാരണം ഇത് കുറച്ചും കൂടെ നമുക്ക് ഇത് ക്രിസ്പി ആവാൻ വേണ്ടി കുറച്ചും കൂടെ ടൈം വേവിക്കേണ്ടി വന്നു. ഒന്നും പറയലടാ, വേറെ ലെവലടാ. താങ്ക് യു. അതെ. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. വിശാലം കഴിച്ചാ? ഞാൻ കഴിച്ചില്ല, കഴിക്കും. നല്ല സോഫ്റ്റ് കേട്ടോ, റബ്ബർ പോലെ ആയിട്ടില്ല. ഇത് കുറച്ചും കൂടെ സോഫ്റ്റ്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ എടുത്താ നമ്മൾ പിന്നെ ആ ബാറ്റർ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയേ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോ കുറച്ച് റബ്ബർ. ആദ്യത്തെ ചിലത് ഇപ്പൊ സാൻഡപ്പ രണ്ടാമത് കഴിച്ചത് സോഫ്റ്റ് ആയിരുന്നു. അതെ. ഇതിങ്ങനെ വീർത്തു വന്നേക്കണ അത് നമ്മള് ഒന്ന് ബിയർ പിന്നെ നമ്മളെ ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടിന്റെ എഫക്ട് വരുമ്പോ നല്ല ക്രിസ്പി ആയിട്ട്. അതെ. ഈ ഒനിയൻ റിങ്സ് ഇത് പക്ഷെ അധികം എണ്ണയും കുടിച്ചാറില്ല വലിയ കാര്യമായിട്ട്.
ചില സാധനത്തിന് ചില ഹാർഡ്നെസ് ഉണ്ട് അല്ലേ? അത് നമ്മൾ കൂടുതൽ നേരം ഇട്ടപ്പോൾ ഹാർഡായിരുന്നു. ഞാൻ ഈ കഴിച്ച പീസില്ലേ അത് ആദ്യം വലിച്ചപ്പോൾ ഇങ്ങോട്ട് കടിച്ച് പോരാൻ ഇത്തിരി പണിയായിരുന്നു. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാൽക്കൂന്തലും അതേപോലെ ബിയർ കൂന്തലൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് വീഡിയോ ആണ് ഇവിടെയും. നമുക്ക് ഇതുവരെ നമ്മൾ അങ്ങനെ അധികം എക്സ്പെരിമെന്റ് പോലെയാണ് ചെയ്തത്. നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പേരോ സംഭവങ്ങളൊന്നും ഇതിനൊന്നും ഇല്ല. ഇതൊരു വിശാലേട്ടൻ സ്പെഷ്യൽ പരിപാടിയായിരുന്നു. വിശാലേട്ടൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തത് അല്ലേ? അതെ അതെ നിങ്ങൾ വീട്ടിലുണ്ടാക്കാം. അത് ഇവിടെ സിമിലർ ആയിട്ടുള്ള വേറെ ഡിഷുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനുള്ള കക്കൊക്കെ ഇടാം. കക്കൊക്കെ ഇട്ടൂടെ? കക്ക അതെ, നമ്മൾ അന്ന് പിടിച്ച കക്കൊക്കെ നമുക്ക് ഇതിലിടാം. കക്ക ഇടാം. ഇതിപ്പോ കൂന്തല് വലിയ കൂന്തല് നമ്മൾ കിട്ടിയോണ്ട് അത് വെച്ചൊരു ശ്രമം നടത്തിയെന്നുള്ളൂ. കക്ക ഇടാം, സാൽമൺ ഇടാം, ഫിഷ് ഇടാം, സീ ഫുഡ് എല്ലാ സീ ഫുഡും കൂടെ ചേർത്ത് ഇടാം, മറ്റേ ക്രാബ് ഇടാം, എല്ലാം ഇടാം അല്ലേ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് താഴെ കമന്റ് ആയിട്ട് എന്തായാലും രേഖപ്പെടുത്തണം അല്ലേ ചേട്ടാ? അപ്പൊ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്സിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒപ്പം തന്നെ മദ്യപാനം, ഒന്നുകൂടി പറയാം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു വിശാലേട്ടൻ ആൻഡ് അനിൽ. ടീം ട്രാവൽസിന്റെ ഭാഗമായാലും താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞിട്ട് വേണം, ഇത് കഴിഞ്ഞിട്ട് വേണം തെരുവ് വിളിക്കണമെങ്കിൽ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റാ 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ? അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Every day is a struggle. Every day is a trial. Every day is a failure. I have to walk another mile.